കല്ലിമുട്ടം ബീച്ചിലെ കടൽ ഭിത്തിയുടെ തകർച്ചയിൽ തീരം ഭീതിയിലാണ്. അടിക്കടിയുണ്ടാകുന്ന കടലാക്രമണമാണ് തീരദേശവാസികളെ ആശങ്കയിലാക്കുന്നത്. ഈയിടെയുണ്ടായ കള്ളക്കടൽ പ്രതിഭാസം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. കനത്ത തിരയടിച്ച് സംരക്ഷണ ഭിത്തി തകർന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിൽ സ്ഥിരമായി കടൽക്ഷോഭം ഉണ്ടാകുന്ന മതിലകം പഞ്ചായത്തിലെ പൊക്ലായി ബീച്ചിൽ 20 വർഷം മുൻപ് നിർമ്മിച്ച കടൽ ഭിത്തി പലയിടത്തും പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. 2 വർഷം മുൻപ് പരീക്ഷിച്ച ജിയോ ബാഗ് തടയണകൾ വേഗത്തിൽ തന്നെ തിരയടിച്ച് തകർന്നിട്ടുമുണ്ട്. നമുക്ക് ഓരോ ഇടത്തെയും നിലവിലെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കണം. നമ്മൾ തുടങ്ങുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ജെയ്സൺ ചാമവളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ജെയ്സൺ ചാമവളപ്പിൽ, ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് സുജയ പാർവതി. ഇപ്പോൾ സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതിസന്ധികളിലൂടെ തന്നെയാണ് കടൽ തീരവും കടൽ തീരത്ത് താമസിക്കുന്നവരും നാട്ടുകാരെ കടന്നു പോകുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച മതിലകത്താണ്. ഇപ്പോൾ ഇവിടുത്തെ പ്രദേശവാസികൾ, ഇവിടുത്തെ പഞ്ചായത്ത് അംഗം തുടങ്ങി ഇതിനെല്ലാം ബാധിക്കുന്ന നിരവധി പേർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പഞ്ചായത്ത് അംഗം ബിജു, അദ്ദേഹം നമ്മളോട് എന്താണ് ഇവിടുത്തെ ഒരു ചരിത്രം, എന്താണ് ഇതിന്റെ കടൽ ഭിത്തിയുടെ? നമ്മുടെ ഇവിടുത്തെ കടൽ ഭിത്തി ആദ്യമായി നിർമ്മിച്ചത് 1992-ലാണ്. അത് കാര്യമായി പരിക്കുകളൊന്നുമില്ലാതെ നിലനിന്നെങ്കിലും പിന്നീട് കാര്യമായിട്ടുള്ള കടൽക്ഷോഭം, വളരെ ഭീകരമായ കടൽക്ഷോഭം വന്നത് മൂലമാണ് കടൽ ഭിത്തി തകരാൻ സാധ്യതയുണ്ടായത്. പിന്നീട് അതിന് കാര്യമായ മെയിൻ്റനൻസ് വർക്ക് നടക്കാത്തത് ആ ഭിത്തി പൂർണ്ണമായും തകരുകയാണ് ഉണ്ടായത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ഇവിടെ പൂർണ്ണമായും ഇപ്പോൾ ഈ 16-ാം വാർഡിൽ തന്നെ പൂർണ്ണമായും കടൽ ഭിത്തി തകർന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഈ മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഈ ഭാഗത്തുള്ള തീരദേശവാസികൾ പ്രത്യേകിച്ച് ആശങ്കയിലും ഭീതിയിലുമാണ്. അതിന് പരിഹാരം എന്നോണം നമ്മൾക്ക് ഇപ്പോൾ ചെല്ലാനം മോഡൽ ടെട്രോപാഡ് നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്തായാലും കൈപ്പോലം നിയോജകമണ്ഡലത്തിലെ എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം വരുന്ന പഞ്ചായത്തുകൾ ഹോട്ട്സ്പോട്ടിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ബന്ധപ്പെട്ട ഡിപ്പാർട്ടുമായി ബന്ധപ്പെട്ടപ്പോൾ, വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞത് എന്തായാലും 7 കിലോമീറ്ററോളം വരുന്ന കടൽ ഭിത്തി നിർമ്മാണത്തിന് ആവശ്യമായ നടപടികളുടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്തായാലും അധികം വൈകാതെ അടുത്ത വർഷം അത് ആരംഭിക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾക്ക്. ഇപ്പോൾ സ്ഥിരം വളരെ മോശമായിട്ട് തകർന്ന് തരിപ്പണായി കിടക്കുന്ന, നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാൻ തോന്നുന്നു, വളരെ തകർന്ന് തരിപ്പണായി കിടക്കുന്ന ഇതാണ്. ഇത് ഈ അവസ്ഥയിലെത്തിയിട്ട് എത്ര കാലമായി? ഇത് ഏതാണ്ട് ഒരു 15 വർഷക്കാലമായിട്ടുണ്ട് ഈ അവസ്ഥയിലെത്തിയിട്ട്. അത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാര്യമായ മെയിൻ്റനൻസ് വർക്ക് വരാത്തതാണ് ഇതിന്. നിലവിലുള്ള കടൽ ഭിത്തി മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ട് നിലനിർത്താത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അതായത് മെയിൻ്റനൻസിന് എന്താ ബുദ്ധിമുട്ട്? ഇപ്പൊ നമ്മളിപ്പോ പലതവണ ഇപ്പൊ ഭരണം ഒന്നുമല്ല ഇതിനകത്ത് പ്രശ്നം. ഓരോ ഭരണം മാറി മാറി വരുന്നത് 15 വർഷമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ LDF UDF ഭരിച്ച ഒരു കാലമാണ്. അപ്പൊ അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇതിന് പരിഹാരത്തിന് എന്താണ് വേണ്ടത്? ഈ കടൽ ഭിത്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെ വലിയ ഒരു റോള് തന്നെ ഇക്കാര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾക്ക് കടൽ ഭിത്തി പണിയണം എന്നുണ്ടെങ്കിൽ തന്നെ സംസ്ഥാനത്തിന് അതിന് കഴിയാത്തൊരു സാഹചര്യം നിലവിൽ ഉണ്ടെന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അതിന് ബന്ധപ്പെട്ടവരെല്ലാം തന്നെ അതിനൊത്ത് ശ്രമിച്ചാൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക്, ഈ തീരദേശ ജനതയുടെ ഈ ആശങ്കക്കും ഭീതിക്കും ഒരു അവസാനം ഉണ്ടാകൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഇപ്പോൾ അല്പമെങ്കിലും ആശ്വാസം നൽകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സംസ്ഥാന ഗവൺമെന്റിന്റെ പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായിട്ട് 50 മീറ്ററിനുള്ളിലുള്ള വീട്ടുകാരെ എല്ലാം തന്നെ മാറ്റി പാർപ്പിക്കാൻ കഴിഞ്ഞതാണ് ഇവിടെ നമുക്ക് ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിരവധി പ്രശ്നങ്ങളിൽ ഈ കടൽ ഭിത്തിയും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഇടപെട്ടെന്ന് വളരെ സജീവമായി ഇടപെടുന്ന കോൺഗ്രസ് നേതാവും അതുപോലെ തന്നെ ശശിയേട്ടൻ നമ്മോടൊപ്പം ഉണ്ട്. നിങ്ങളൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് ഒരു കാഴ്ചയിൽ തന്നെ നമുക്ക് വ്യക്തമാവും, ഒരു അനാഥമായ അവസ്ഥയിലാണ് കടൽ തീരം എന്ന് പറയാം. ഈ കല്ലുകളെ കിടക്കണ അറിയും, ആരും നോക്കാൻ പോലും ഇല്ലാത്ത, ആരും നോക്കാനും പറയാനില്ലാത്ത വീട് എന്നൊക്കെ പറയുന്ന പോലെ അത്തരം അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തെ മാറ്റാൻ ഇനി എന്താ ചെയ്യാൻ പറ്റും? ഈ വരും സർക്കാരുകളുടെ നമ്മൾ ഒരുപാട് അപേക്ഷകളും അഭ്യർത്ഥനകളുമായിട്ട് ഇറിഗേഷൻ വകുപ്പിന്റെ ഭാഗത്ത് പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സാങ്കേതികമായിട്ട് സർക്കാർ ഇതിൽ തീരദേശ നിവാസികളോടുള്ള അവഗണനയാണ് ഈ കാണിക്കുന്നത്. ഇത് ഏകദേശം ഒരു 91 കാലഘട്ടത്തിൽ, 91, 93 കാലഘട്ടത്തിൽ കരുണാകരൻ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി ധനകാര്യമന്ത്രിയായിരിക്കുമ്പോഴാണ് ഇത് വന്നത്.
അത് വന്ന് ഏകദേശം ഈ പറഞ്ഞ പോലെ നേരത്തെ മെമ്പർ സൂചിപ്പിച്ച പോലെ തന്നെ ഏകദേശം 6-7-8 വർഷക്കാലം വലിയ കുഴപ്പങ്ങളില്ലാണ്ട് പോയിരുന്നു. മെയിൻ്റനൻസിന് വേണ്ടി എല്ലാ പാർട്ടികളും സഹകരിച്ചിട്ടുള്ളതൊക്കെ തന്നെയാണ് എൻ്റെ അറിവിലുള്ളത്, എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് വേണ്ടത്ര ഞാൻ പറയാം, അവഗണനയാണ് ഇതിനോട്, തീരദേശവാസികളോടുള്ള അവഗണനയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ നേരത്തെ മെമ്പർ പറഞ്ഞ പോലെ ചിലപ്പോൾ എന്താണ് പറയുക, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചിലപ്പോൾ കുറച്ച് ജിയോ ബാഗുകൾ കൊണ്ടുവന്നിടും. ഇതെല്ലാം ഒരു കടൽക്ഷോഭം വരുമ്പോൾ 1 മാസമോ 15 ദിവസം കഴിയുമ്പോൾ ഇത് പോവുകയും ചെയ്യും. പിന്നെ സുജയ, നമുക്കൊരു വനിതാ പ്രാതിനിധ്യം കൂടി വേണമെന്ന് കരുതുന്നു. ഇപ്പോൾ ഇവിടെ ഈ കടലിലെ തീരത്ത് കച്ചവടം നടത്തുന്ന, കൊച്ചു കച്ചവടം നടത്തി ജീവിക്കുന്ന ചേച്ചിമാരുണ്ട്. ചേച്ചി എത്ര കാലമായി ഇവിടെ നിങ്ങൾ ഇവിടെ കട തുടങ്ങിയിട്ട്? 2 കൊല്ലം. എന്താ ഇവിടുത്തെ സ്ഥിതി എന്താ? ഇവിടെ ഞങ്ങൾക്ക് ഭീഷണി തന്നെയാണ് കടലിന. ഞങ്ങൾക്ക് രാത്രി വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ ധൈര്യമില്ലാന്ന് പറയാം. ഈ കടൽ ഭിത്തിയൊക്കെ നിങ്ങൾ ഇവിടെ ഈ പരിസരവാസികൾ തന്നെയായിരിക്കുമല്ലോ. ഇതിങ്ങനെയായിട്ട് എത്ര കാലമായി ഇവിടെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇത് ഇങ്ങനായിട്ട് കുറെ കൊല്ലങ്ങളായി. ഓർമ്മയുണ്ടോ? 30 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും. ഏതായാലും ഈ ഇതിനൊരു ശാശ്വത പരിഹാരം വേണമെന്നതാണ് പ്രധാനപ്പെട്ട. തീർച്ചയായും വർഷങ്ങളായുള്ള അനാസ്ഥയാണ് ഇത്. ഇന്ന രാഷ്ട്രീയ കക്ഷികൾ എന്നൊന്നും പറഞ്ഞ് ഏതെങ്കിലും രാഷ്ട്രീയത്തിന് ചാപ്പ കുത്തേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് പലയിടങ്ങളിലും പ്രശ്നങ്ങളുള്ളതാണ്. അത്തരത്തിൽ ഇപ്പോൾ ഒരുപക്ഷെ സുജിക്കൊക്കെ ഒരുപക്ഷെ ഇവിടേക്ക് പിന്നീടൊക്കെ വന്നാൽ കാണാൻ കഴിയും. നമ്മളൊരു കടലിനകത്ത് കുറെ കല്ല് കൂടി കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. കടലിൽ കല്ലിട്ട പോലെ എന്നുള്ള ചൊല്ല് അതാണ് ഇപ്പോൾ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജെയ്സൺ ചാമവളപ്പിലാണ് നമുക്കൊപ്പം പ്രതികരണങ്ങളുമായി തത്സമയം ചേർന്നത്. അവിടെയുള്ളവരുടെ പ്രതികരണങ്ങൾ, അവരോടൊക്കെ സംസാരിക്കുകയാണ് ജെയ്സൺ. അതാണ് പ്രേക്ഷകർ തത്സമയം കണ്ടത്. അധികൃതർ കണ്ടിരിക്കേണ്ട കാര്യമാണ്. തൃശ്ശൂരെ മാത്രം അവസ്ഥയല്ല കേട്ടോ, എല്ലായിടത്തും പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തീരത്തെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്? കടൽ കയറി വരുന്നു, തീരം ഇടിയുന്നു, തീരത്തിന്റെ അളവ് കുറയുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോരാ, അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. കടലിനറിയില്ല തീരമാണ്, തീരത്ത് വീടിരിക്കുന്നു എന്നൊക്കെയുള്ളത്. കടൽ ഇരച്ചു കയറി വരുമ്പോൾ ഭീതിയോടെ എല്ലാം എടുത്ത് ഓടിപ്പോകുന്ന ആ മനുഷ്യരെ കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുന്നതിനാണ് നമ്മൾ ഇനി ഈ വിഷയം തുടക്കത്തിൽ തന്നെ എടുത്തിരിക്കുന്നത്.